ഹായ് ഹലോ. എൻ്റെ ചെടി എനിക്ക് തന്നെ നോക്കണോ? നനവാണെങ്കിലും വളം കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു കട്ടിങ്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ വെട്ടി കൊടുക്കണം. വേറെ ആരെങ്കിലും അത് ഏൽപ്പിക്കുന്നതേ എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അവർ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ നനയ്ക്കാനിപ്പോൾ ഒരാളെ ഏൽപ്പിച്ച് വീട്ടിൽ ആരെങ്കിലും ഞാൻ ഇല്ലാത്തപ്പോൾ നനയ്ക്കുകയാണെങ്കിൽ എനിക്ക് പേടിയാണ്. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ചെടി ചീഞ്ഞ് പോവുക, അല്ലെങ്കിൽ ശക്തമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മണ്ണും ബോട്ടിംസൊക്കെ പുറത്തേക്ക് ഒഴുകിപ്പോകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളാണ്. ഇപ്പോൾ കട്ടിങ്സ് എടുക്കുന്ന സമയത്ത് എവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചിന്തിച്ച് കൂട്ടണ്ടോ. അപ്പോൾ എൻ്റെ ചെടികളെ എനിക്ക് തന്നെ നോക്കുന്നതാണ് ഇഷ്ടം. വേറെ ആരെങ്കിലും നനയ്ക്കാനൊന്നും ഞാൻ ഏൽപ്പിക്കില്ല. ഞാൻ എവിടെയും പോവുകയാണെങ്കിൽ രാവിലെ നനച്ചേക്കും, അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഞാൻ തലേന്ന് നനച്ച് റെഡിയാക്കി വെക്കട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില ആൾക്കാർ പിന്നെ അങ്ങനത്തെ അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇഷ്ടം ഞാൻ തന്നെ എൻ്റെ ചെടി നോക്കണം, ഞാൻ തന്നെ എല്ലാ പരിചരണവും കൊടുക്കണം. എല്ലാ കാര്യങ്ങളും ചെടിക്ക് വേണ്ടിയിട്ടുള്ള തൊട്ടിട്ട് സെഡ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്പൈഡർ പ്ലാന്റിൽ തൈകൾ വന്നിട്ടില്ലേ, നന്നായിട്ട് വരുന്നുണ്ട്. പൂക്കളും തൈകളൊക്കെ ഒരുപാട്, രണ്ട് കമ്പ് നീണ്ട് വന്നിട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കലീസ റിപ്പൺ ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ടോ. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു മൈനോട്ട് കാര്യങ്ങളും ഞാൻ പോയി ശ്രദ്ധിക്കൂ. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. കൂടുതലായിട്ട് നമുക്കറിയാം, നമുക്ക് ചെടികളെ ഇഷ്ടമുള്ളവർ എന്തായാലും ചെടിയുടെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.